Hello students, first semester നമുക്ക് പെൻഡിങ് ആയിട്ടുള്ള സെപ്പറേഷൻ ആക്സിയംസിന്റെ ചില തിയറംസ് പ്രൂഫ് ഒക്കെ ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സെപ്പറേഷൻ ആക്സിയം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പോയിന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് പോയിന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന മൂന്ന് സെപ്പറേഷൻ ആക്സിയംസ് ആണ് നമുക്കുള്ളത്. T0, T1, T2. രണ്ട് പോയിന്റ്സ് ഒരു ടോപ്പോളജിക്കൽ സ്പേസിൽ തന്നാൽ കണ്ടെയ്നിങ് വൺ ബട്ട് നോട്ട് ദ അതർ. അത് T0 സ്പേസിന്റെ പ്രോപ്പർട്ടിയാണ്. കണ്ടെയ്നിങ് x but not y and often containing y but not x. That is the property of a T1 space. T2 space means there exists disjoint open sets containing x and y. x നെ y യെ കണ്ടെയ്ൻ ചെയ്യുന്ന ഡിസ്ജോയിന്റ്. ഇപ്പോൾ x നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് y യെ കണ്ടെയ്ൻ ചെയ്യരുത് എന്നാ പറഞ്ഞുള്ളൂ. വേറെ ഒരു പാർട്ടായിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. y യെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് x നെ കണ്ടെയ്ൻ ചെയ്യരുതെന്ന്. ഇതിലേതെങ്കിലും ഒന്ന് ഈ കാണുന്ന ഓപ്പൺ സെറ്റ്സ് ഇന്റർസെക്ട് ചെയ്യാമെന്ന് ഇവിടെ അർത്ഥമുണ്ട്. പക്ഷെ T2 അങ്ങനെ ഇല്ല. അപ്പോൾ പിന്നെ ഒരു ആക്സിസിൽ നിന്ന് പുറകിലത്തെ ആക്സിസിലേക്ക് പോകാനൊക്കെ നമുക്കറിയാം. T1 എന്ന് പറഞ്ഞാൽ T0 ഓട്ടോമാറ്റിക്കായിട്ട് സാറ്റിസ്ഫൈ ചെയ്തിരിക്കും. പക്ഷെ തിരിച്ചില്ല. അതിനുള്ള എക്സാമ്പിളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. Now we come to the proof of the first theorem. T1 ടോപ്പോളജിക്കൽ സ്പേസിൽ ഇക്വിവലന്റ് കണ്ടീഷൻസ് ആണ്. ആദ്യത്തേത് T1 സ്പേസ് ആണ് തന്നിട്ടുള്ളത് എന്നുള്ളതാണ്. സ്പേസ് x is a T1 space. Then second one, for any x element of x, singleton sets are closed. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. T1 സ്പേസിൽ സിംഗിൾട്ടൺ സെറ്റ് ക്ലോസ്ഡ് ആണ്. every finite subset of x സിംഗിൾട്ടൺ ക്ലോസ്ഡ് ആണ്, ഫൈനൈറ്റ് സബ്സെറ്റ് ക്ലോസ്ഡ് ആണെന്നുള്ളതാണ് അടുത്തത്. നാലാമത്തത് ടോപ്പോളജി Tau is stronger than the cofinite topology on X. ഈ ടോപ്പോളജിയിൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന T1 സ്പേസ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ടോപ്പോളജിയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ടോപ്പോളജിക്കൽ സ്പേസ് X tau. ആ X tauയില് ആ tau stronger than the cofinite topology on the same space X. Equivalent conditions പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. 1 implies 2, 2 implies 3, 3 implies 4 അങ്ങനെയുള്ള ഒരു മെത്തേഡാണ് നമ്മൾ സ്വീകരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. പ്രൂഫിലേക്ക് വരാം. ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യുന്നത് 1 implies 2 സ്പേസ് T1 ആണ് എന്ന് തന്നിരിക്കുമ്പോൾ സിംഗിൾട്ടൺ സെറ്റ് എക്സ് ക്ലോസ്ഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യും. സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് മുന്നോട്ട് വന്നതിൻ്റെ അകത്തുണ്ട്. അവിടെ നിങ്ങൾക്ക് വായിക്കാം. ഞാൻ അത്യാവശ്യം വേണ്ട കാര്യം എഴുതിയിട്ടുള്ളൂ. അപ്പോൾ സ്പേസ് T1 ആണ് എന്ന് അസ്യൂം ചെയ്യുന്നു. സിംഗിൾട്ടൺ സെറ്റ് എക്സ് ക്ലോസ്ഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നു. ഒരു സെറ്റ് ക്ലോസ്ഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരം അതിന്റെ കോംപ്ലിമെന്റ് ഓപ്പൺ ആണ് എന്ന് പ്രൂവ് ചെയ്താലും മതി. To prove that singleton x closed, or അതിന് പകരമായിട്ട് ഇത് മതി x മൈനസ് സിംഗിൾട്ടൺ x, അതാണ് അതിന്റെ കോംപ്ലിമെന്റ്. ഓപ്പൺ എന്ന് പ്രൂവ് ചെയ്താലും മതി. അപ്പോൾ ഒരു സെറ്റ് ഓപ്പൺ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ട ഇറ്റ്സ് എ നെയ്ബർഹുഡ് ഓഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിന്റ്സ്. നമ്മൾ അവിടുന്ന് പോയിന്റ് എടുക്കുന്നു. y എലമെന്റ് ഓഫ് സെറ്റ് ഏതാ ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട x മൈനസ് സിംഗിൾട്ടൺ x. ഇവിടുന്ന് പോയിന്റ് എടുക്കുന്നു. അപ്പോൾ എക്സും വൈയും എക്സ് ഇല്ലാത്ത ഒരു സെറ്റിൽ നിന്ന് എടുത്ത പോയിന്റാണ്. എക്സും വൈയും ഡിഫറെന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. എവിടത്തെയാ എക്സ് വൈ എലമെന്റ് ഓഫ് ദ സ്പേസ് എക്സ് ആൻഡ് എക്സ് ഈസ് T1. Then there exists an open set containing x but not y. T1 containing y but not x. ഇപ്പോൾ നമുക്ക് x minus x ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ x minus x is a neighborhood of each of its points. അവിടെ നിന്നുള്ള പോയിന്റ് y എടുത്തിരിക്കുന്നത്. അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് കിട്ടണം. അപ്പോൾ കണ്ടെയ്നിങ് T1 ആണ്. കണ്ടെയ്നിങ് x but not y ഓപ്പൺ സെറ്റ് എടുക്കാം. കണ്ടെയ്നിങ് y but not x ഓപ്പൺ സെറ്റ് കിട്ടും. നമ്മളിപ്പോൾ അതാണ് എടുക്കുന്നത്, കണ്ടെയ്നിങ് y. T1 ആയതുകൊണ്ട് there exists an open set V containing y but not x. T1 ആയതുകൊണ്ട് അതിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്നതാണ്. ദാറ്റ് മീൻസ് കണ്ടെയ്നിങ് y ഇതിനെ സിമ്പിൾസിലാക്കിയ y എലമെന്റ് ഓഫ് v. ആ ഓപ്പൺ സെറ്റ് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നില്ല. എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആ ഓപ്പൺ സെറ്റ് എക്സ് ഇല്ലാത്തതായതുകൊണ്ട് എക്സ് മൈനസ് സിംഗിൾട്ടൺ എക്സിന്റെ സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ എക്സ് മൈനസ് സിംഗിൾട്ടൺ എക്സ് അതിൻ്റെ അകത്തുനിന്ന് ഒരു പോയിന്റ് y എടുത്തപ്പോൾ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് ഉണ്ട്. ഓപ്പൺ സെറ്റ് x minus singleton x in that. X minus singleton x is a neighborhood of each
points. Neighborhood of y is arbitrary, so it is a neighborhood of each of it. So the set x minus singleton x, neighborhood of each of its points, and so x minus singleton x is open. Neighborhood of each of its points. ഈ സെറ്റ് x minus singleton x എന്ന സെറ്റ് ഓപ്പൺ ആണ്. സോ ഇറ്റ്സ് കോംപ്ലിമെന്റ് സിംഗിൾട്ടൺ എക്സ് ക്ലോസ്ഡ് എന്ന് അതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 1 implies 2 പ്രൂവ് ചെയ്യും. സാധാരണ ഇക്വലന്റ് കണ്ടീഷൻസ് 1 implies 2 implies 3 implies നമുക്കിവിടെ 4 ഉള്ളത്. 1 2 3 4 ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് 1 implies 2 implies 3 implies 4 implies 1 എന്നാണ് പോകുന്നത്. ഇവിടെ 1 implies 2 2 implies 1 2 implies 3 3 implies 2 ഈ ഒരു രീതിയിലാണ് പോവുക. ദെൻ 3 implies 4 4 implies 3 ഇപ്പോഴും സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെ കറങ്ങിയാണ് 1ലേക്ക് തിരിച്ചു വരുന്നതെന്നുള്ളൂ. 1ൽ നിന്ന് 2ലേക്ക് 2ൽ നിന്ന് 3ലേക്ക് 3ൽ നിന്ന് 4ലേക്ക് 4ൽ നിന്ന് പിന്നെ പുറകിൽ 3ലേക്ക് 3ൽ നിന്ന് 2ലേക്ക് 2ൽ നിന്ന് 1ലേക്ക് പിന്നെ ഏത് രണ്ടെണ്ണം എടുത്താലും അങ്ങനെ നമുക്ക് എത്താൻ വഴിയുണ്ട്. അപ്പോൾ പലതരത്തിൽ ഇക്വലന്റ് സ്റ്റേറ്റ്മെന്റ്സും പ്രൂവ് ചെയ്യും. അപ്പോൾ നമ്മളിതിൻ്റെ തിരിച്ചുള്ളത് ചെയ്യാൻ പോവാണ്. 2 implies 1ന്റെ പ്രൂഫ് കൊടുക്കാൻ പോവാണ്. 2 implies 1ന്റെ പ്രൂഫ്. 2ൽ തന്നെ സിംഗിൾട്ടൺ സെറ്റ്സ് ഏത് എക്സ് എലമെന്റ് ഓഫ് എക്സ് എടുത്താലും ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എക്സ് സ്പേസിലെ ഏത് പോയിന്റ് എടുത്താലും ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എക്സ് സിംഗിൾട്ടൺ എക്സ് ക്ലോസ്ഡ് എന്നാണ് നമ്മളുടെ അസംഷൻ. സിംഗിൾട്ടൺ സെറ്റ്സ് ക്ലോസ്ഡ് ആണ്. നമുക്ക് സ്പേസ് T1 ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ടു പ്രൂവ് ദാറ്റ് സ്പേസ് എക്സ് ഈസ് T1 സ്പേസ് T1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്നാ വേണ്ട, അവിടുന്ന് 2 പോയിന്റ്സ് എടുക്കുക. എക്സ് നോട്ട് ഈക്വൽ ടു വൈ ഇൻ സ്പേസ് എക്സ് നമ്മൾ 2 പോയിന്റ്സ് എടുത്തു. T1 ആണെങ്കിൽ എന്നാ കിട്ടണം? വേർ എക്സ് ഇസ് ആൻ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് എക്സ് ബട്ട് നോട്ട് വൈ. അത് വേണം. അപ്പോൾ സിംഗിൾട്ടൺ എക്സ് ക്ലോസ്ഡ് ആണ്. സിംഗിൾട്ടൺ എക്സ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഒരു ഓപ്പൺ സെറ്റ് കിട്ടുമല്ലോ. എക്സ് മൈനസ് സിംഗിൾട്ടൺ എക്സ് ഓപ്പൺ ആണ്. സിംഗിൾട്ടൺ എക്സിൽ ഒരു പോയിന്റേ ഉള്ളൂ, ബാക്കി എല്ലാ പോയിന്റ്സും എക്സ് മൈനസ് സിംഗിൾട്ടൺ എക്സിലാണ്. അപ്പോൾ ഇവിടെ എവിടെ എന്നാ വൈ എവിടെയാ? എക്സ് മാത്രമേ ഫുൾ സ്പേസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളൂ. വൈ എലമെന്റ് ഓഫ് എക്സ് മൈനസ് സിംഗിൾട്ടൺ എക്സ്. സോ എക്സ് മൈനസ് സിംഗിൾട്ടൺ എക്സ് ഈസ് ആൻ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് വൈ. എക്സിനെ കളഞ്ഞു. കണ്ടെയ്നിങ് വൈ ബട്ട് നോട്ട് എക്സ്. ഇതുപോലെ നിങ്ങൾക്കറിയാം സിംഗിൾട്ടൺ വൈ ക്ലോസ്ഡ് ആയതുകൊണ്ട് എന്നാ എക്സ് മൈനസ് സിംഗിൾട്ടൺ വൈ ഓപ്പൺ ആയിരിക്കും. അതിൻ്റെ അകത്ത് വൈ അല്ലാത്ത എല്ലാ പോയിന്റ്സ് ഉണ്ട്. ഓപ്പൺ കണ്ടെയ്നിങ് എക്സ്. ഇതിനകത്ത് വൈ ഇല്ലല്ലോ, ബട്ട് നോട്ട് വൈ. സോ ദർ ഇസ് ആൻ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് എക്സ് ബട്ട് നോട്ട് വൈ, കണ്ടെയ്നിങ് വൈ ബട്ട് നോട്ട് എക്സ്. സോ ദ സ്പേസ് ഈസ് T1. ഇനി നമ്മൾ 2 implies 3 ആണ് ചെയ്യാൻ പോകുന്നത്. 2ൽ സിംഗിൾട്ടൺ സെറ്റ്സ് ക്ലോസ്ഡ് ആണ് എന്ന് അസംഷൻ ഉണ്ട്. സിംഗിൾട്ടൺ എക്സ് ക്ലോസ്ഡ്. പ്രൂഫ് മെത്തേഡ് സാധാരണ രീതിയിലല്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ. ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എക്സ്. ദെൻ 3ലേക്ക് ഫൈനൈറ്റ് സബ്സെറ്റ് എക്സ് ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ടു പ്രൂവ് ദാറ്റ് ഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് എക്സ് ക്ലോസ്ഡ് ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫൈനൈറ്റ് ആണെങ്കിൽ അതിൽ കുറച്ച് പോയിന്റ്സേ ഉള്ളൂ. ഫൈനൈറ്റ് സബ്സെറ്റിന് നമുക്ക് കുറച്ച് പോയിന്റ്സേ ഉള്ളൂ. അപ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സിന്റെ സിംഗിൾട്ടൺ സെറ്റ്സിന്റെ യൂണിയനായിട്ട് എഴുതാം. ഫൈനൈറ്റ് സബ്സെറ്റിന് എ എന്ന വല്ല പേരുണ്ടെങ്കിൽ എ ഈക്വൽ ടു യൂണിയൻ ഓഫ്, പേര് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ദാറ്റ് ഫൈനൈറ്റ് സെറ്റ് യൂണിയൻ ഓഫ് സിംഗിൾട്ടൺ സെറ്റ്സ്. എത്രയെണ്ണോ സെറ്റ് ഫൈനൈറ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ പോയിന്റ്സും ഫൈനൈറ്റ്. ഫൈനൈറ്റ് നമ്പർ അല്ലെങ്കിൽ ദിസ് ഇസ് എ ഫൈനൈറ്റ് യൂണിയൻ. സിംഗിൾട്ടൺ ക്ലോസ്ഡ് ആണ്. ദിസ് ഈസ് എ ഫൈനൈറ്റ് യൂണിയൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ്. ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സേ ഉള്ളൂ. ഫൈനൈറ്റ് നമ്പർ ഓഫ് സിംഗിൾട്ടൺ സെറ്റ്സിന്റെ യൂണിയൻ ആണ്. ഫൈനൈറ്റ് യൂണിയൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ്. സിംഗിൾട്ടൺസ് ക്ലോസ്ഡ് ആണെന്നുണ്ടല്ലോ. ഫൈനൈറ്റ് യൂണിയൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സിന്റെ ഫൈനൈറ്റ് യൂണിയൻ ആണ്. ക്ലോസ്ഡ് സെറ്റ്സിന്റെ പ്രോപ്പർട്ടി, ടോപ്പോളജിയുടെ പ്രോപ്പർട്ടി ഉള്ളതുപോലെ ക്ലോസ്ഡ് സെറ്റ്സിന്റെ പ്രോപ്പർട്ടി നമുക്കറിയാം. ക്ലോസ്ഡ് അണ്ടർ ആർബിട്രറി യൂണിയൻ ഓപ്പൺ സെറ്റ്സിന്, ടോപ്പോളജിയിലെ മെമ്പേഴ്സിന്. അപ്പോൾ ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് യൂണിയൻ എന്നുള്ളത് ക്ലോസ്ഡ് സെറ്റ്സിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ
ക്ലോസ്ഡ് സെറ്റ്സിന്റെ ഫൈനൈറ്റ് യൂണിയൻ എടുത്താൽ അത് ക്ലോസ്ഡ് ആയിരിക്കും. സോ എ ഈസ് ക്ലോസ്ഡ്. ഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് ദ സ്പേസ് which is having the property singleton sets closed. അത് അൾട്ടിമേറ്റ് ആയിട്ട് എല്ലാം പറയുമ്പോൾ K1 സ്പേസിന്റെ പ്രോപ്പർട്ടിയാണ് സിംഗിൾട്ടൺ ക്ലോസ്ഡ്, ഫൈനൈറ്റ് സെറ്റ് ക്ലോസ്ഡ്. ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തത് 2 + 3 സിംഗിൾട്ടൺസ് ക്ലോസ്ഡ് ആണെങ്കിൽ ഫൈനൈറ്റ് സബ്സെറ്റ്സ് ക്ലോസ്ഡ് ആയിരിക്കും എന്ന്. ഇനി ഇതിന്റെ റിവേഴ്സ് 3 + 2 നമുക്ക് ഈ മെത്തേഡിൽ പ്രൂവ് ചെയ്യണം. ഇക്വലന്റ് കണ്ടീഷൻ പ്രൂവ് ചെയ്യുന്ന ഈ മെത്തേഡിൽ 3 + 2 പ്രൂവ് ചെയ്യണം. 3ൽ നമ്മളുടെ അസംഷൻ എന്നാ? ഫൈനൈറ്റ് ക്ലോസ്ഡ് ആണ്. ഫൈനൈറ്റ് ആണെങ്കിൽ ക്ലോസ്ഡ് ആണ്. ഫൈനൈറ്റ് സെറ്റ്, ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉള്ള സെറ്റ് ക്ലോസ്ഡ് ആണ് എന്നാണ് അസംഷൻ. ടു പ്രൂവ് ദാറ്റ് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? സിംഗിൾട്ടൺ സെറ്റ്, സിംഗിൾട്ടൺ എക്സ് എലമെന്റ് ഓഫ് എക്സ് ക്ലോസ്ഡ് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിലെന്തെങ്കിലും പറയാനുണ്ടോ? ഇതിൻ്റെ അകത്ത് ഒരു പോയിന്റേ ഉള്ളൂ. ഇതും ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ്. സോ ഇറ്റ് ഈസ് ക്ലോസ്ഡ്. സിംഗിൾട്ടൺ സെറ്റ്സ് ആർ ഫൈനൈറ്റ് സെറ്റ്സ്. എവറി ഫൈനൈറ്റ് സെറ്റ് ഈസ് ക്ലോസ്ഡ് by the assumption 3. So singleton sets are closed എന്ന് നമുക്ക് പറയാം. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് 3 implies 4. 1 implies and is simulated by 2, 2 implies and is simulated by 3 ഉണ്ട്. 3 implies 4. അപ്പോൾ ഫൈനൈറ്റ് ആണെങ്കിൽ ക്ലോസ്ഡ് ആണ് എന്ന് നമ്മുടെ അസംഷൻ. ഇത് അസംഷൻ. ടോപ്പോളജി ഓൺ എക്സ്, ഈ പ്രോപ്പർട്ടി പറഞ്ഞിരിക്കുന്നത് ഫൈനൈറ്റ് സബ്സെറ്റ് ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പോളജി ഓൺ എക്സ് ഈ സ്ട്രോങ്ങർ ദാൻ ദ കോഫൈനൈറ്റ് ടോപ്പോളജി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. ഈ കോഫൈനൈറ്റ് ടോപ്പോളജി നിങ്ങൾക്കറിയാം, കോംപ്ലിമെന്റ് ഫൈനൈറ്റ്. അവിടെ ഒരാൾ മെമ്പർ ആണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് ഒരു ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. ഇപ്പോൾ ഫൈനൈറ്റുമായിട്ടൊരു ബന്ധമൊക്കെ ഉണ്ട്. അപ്പോൾ ഫൈനൈറ്റ് സബ്സെറ്റ് ക്ലോസ്ഡ് ആണ് എന്നുള്ള അസംഷനിൽ ആ ടോപ്പോളജി വിച്ച് മേക്സ് ഫൈനൈറ്റ് സബ്സെറ്റ് ക്ലോസ്ഡ്. ഈ എക്സിലൊരു ടോപ്പോളജി എക്സ് ടോയ് ആണ് തന്നിരിക്കുന്ന പേര്. ആ സ്ട്രോങ്ങർ ദാൻ കോഫൈനൈറ്റ് ടോപ്പോളജി എന്നാ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ കോഫൈനൈറ്റ് ടോപ്പോളജി എന്ന് നമുക്ക് ഒരാളെ എടുക്കാം. സ്ട്രോങ്ങർ ദാൻ അല്ലെ എഫ് സബ്സെറ്റ് ഓഫ് ടോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ കോഫൈനൈറ്റ് ടോപ്പോളജിന്ന് യു എലമെന്റ് ഓഫ് എഫ് ഞാൻ എടുത്തു. അത് കോഫൈനൈറ്റ് ടോപ്പോളജിയിലെ മെമ്പർ ആണല്ലോ. അപ്പോൾ അതിന്റെ കോംപ്ലിമെന്റ് ഫൈനൈറ്റ് ആണ്. എക്സ് മൈനസ് യു എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്. ഇപ്പോഴത്തെ നമ്മുടെ അസംഷൻ എന്നാ? ഫൈനൈറ്റ് ആണെങ്കിൽ ക്ലോസ്ഡ് ആണ്. അപ്പൊ എക്സ് മൈനസ് യു ക്ലോസ്ഡ് ആണ്. എക്സ് മൈനസ് യു ക്ലോസ്ഡ് ആണെങ്കിൽ ക്ലോസ്ഡ് ഇൻ എക്സ് അല്ല എക്സ് ടോയില് ക്ലോസ്ഡ്. ഫൈനൈറ്റ് ആ പ്രോപ്പർട്ടി ഉള്ളത് എവിടെയാ? എക്സ് ടോയില. ഇംപ്ലൈസ് എക്സ് മൈനസ് യു ക്ലോസ്ഡ് ആണെങ്കിൽ യു ഓപ്പൺ ഇൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു ടോ. യു ഓപ്പൺ ആണെങ്കിൽ യു എലമെന്റ് ഓഫ് ടോ എന്ന് നമുക്ക് പറയാം. വിത്ത് റെസ്പെക്ട് ടു ടോ ആണ് ഈ പറഞ്ഞത്. അപ്പൊ യു എഫിൽ എടുത്താൽ യു ടോയിലാണ്. എഫ് ഈസ് എ സബ് ഫാമിലി ഓഫ് ടോ ഓർ ടോ ഈസ് സ്ട്രോങ്ങർ ദാൻ എഫ് എന്നുള്ളത് കിട്ടി. ദാറ്റ് ഈസ് 3 implies 4. 3 അസ്യൂം ചെയ്തു, ഫൈനൈറ്റ് ക്ലോസ്ഡ് ആണ് അസ്യൂം ചെയ്തു, 4 കോഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് യു എന്ന് നമുക്ക് കിട്ടി. ഇനി 4 implies 3 നമുക്ക് പ്രൂവ് ചെയ്യണം. 4 implies 3 നമുക്ക് പ്രൂവ് ചെയ്യണം. 4 implies 3 അതും കൂടെ ആയ സൈക്കിൾ എല്ലാം കംപ്ലീറ്റ് ആവും. അപ്പോൾ എഫ് കോഫൈനൈറ്റ് ടോപ്പോളജി സബ്സെറ്റ് ഓഫ് അവർ ടോപ്പോളജി ടോ ഈസ് സ്ട്രോങ്ങർ ദാൻ എഫ് എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. ഫൈനൈറ്റ് സബ്സെറ്റ് ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ലെറ്റ് യു ബി എ ഫൈനൈറ്റ് സബ്സെറ്റ്. യു ഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് എക്സ്. എക്സിന്റെ ഒരു ഫൈനൈറ്റ് സബ്സെറ്റ് ആണ് യു എന്ന് വിചാരിക്കുക. ഫൈനൈറ്റ് ആണെങ്കിൽ കോംപ്ലിമെന്റ് ഫൈനൈറ്റ് ആണെങ്കിൽ ആ സെറ്റിനെ കോംപ്ലിമെന്റ് ആണ് ഫൈനൈറ്റ് സെറ്റിനെ നമ്മൾ എഫിൽ പെടുത്തും. ഇപ്പൊ യു ഫൈനൈറ്റ് ആണ്. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് എക്സ് മൈനസ് യു. എക്സ് മൈനസ് യുവിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് യു ദാറ്റ് ഈസ് ഈക്വൽ ടു യു. അത് ഫൈനൈറ്റ് ആണ്. ഈ സെറ്റിന്റെ കോംപ്ലിമെന്റ് ഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് എക്സ് മൈനസ് യു എന്ന് പറയുന്ന സെറ്റ് എവിടെയാണ്? കോഫൈനൈറ്റ് ടോപ്പോളജിയിലെ മെമ്പർ ആണ്. എക്സ് മൈനസ് യു എലമെന്റ് ഓഫ് എഫ്. ബട്ട് എഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് ടോ. സോ എക്സ് മൈനസ് യു എലമെന്റ് ഓഫ് ടോ എന്ന് കിട്ടി. എക്സ് മൈനസ് യു ടോയിലാന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് യു ഓപ്പൺ ആണ് എന്നാണ് അതിന്റെ അർത്ഥം. എക്സ് മൈനസ് യു ഓപ്പൺ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്നാ? അതിന്റെ കോംപ്ലിമെന്റ് ആയ യു ക്ലോസ്ഡ് ആണ് എന്നാണ് അതിനർത്ഥം. അപ്പൊ നമ്മളെടുത്തത് എന്താ? ഒരു ഫൈനൈറ്റ് സെറ്റ് അപ്പോൾ ക്ലോസ്ഡ് ആയി. അപ്പോൾ ടോ ഈസ് സ്ട്രോങ്ങർ ദാൻ കോഫൈനൈറ്റ് ടോപ്പോളജി എന്നുള്ളതിന്റെ മീനിങ് ഫൈനൈറ്റ് സെറ്റ് ക്ലോസ്ഡ് എന്നായി. ദാറ്റ് മീൻസ് 4 implies 3. അപ്പോൾ 1 implies and is simulated by 2 implies and is simulated by 3 implies and is simulated by 4. ഏത് വഴിക്ക് വേണമെങ്കിലും നമുക്ക് എത്താം. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ഇക്വലന്റ് ആണ്. എവിടെയാണ്?
ഈവൻ ടോപ്പോളജിക്കൽ സ്പേസിൽ സിംഗിൾട്ടൺ ക്ലോസ്ഡ് ആണ്, ഫൈനൈറ്റ് ക്ലോസ്ഡ് ആണ്.